ചലച്ചിത്ര പ്രവർത്തകയെ അപമാനിച്ചു എന്ന കേസിൽ ചലച്ചിത്ര സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ടാണ് വിട്ടയച്ചത്. ഇന്നലെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ പി.ടി. കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്ന കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. എം.ജി. പ്രതീഷ് തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രതീഷ്, വിശദാംശങ്ങൾ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ചലച്ചിത്ര പ്രവർത്തകയെ അപമാനിച്ച സംഭവത്തിൽ പി.ടി. കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പി.ടി. കുഞ്ഞുമുഹമ്മദ് ഹാജരാവുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ പി.ടി. കുഞ്ഞുമുഹമ്മദിനെ കന്റോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ കുറ്റം പൂർണ്ണമായും ചോദ്യം ചെയ്യലിൽ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. ഈ നിരവധി ചലച്ചിത്ര പ്രവർത്തകരെ ഈ ഡിന്നറിനായി ക്ഷണിച്ചിരുന്നു. പക്ഷേ ഈ അപമാനിക്കപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകയാണ് ഈ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയത്. അവിടെ വെച്ച് അപമാനിക്കുന്ന തരത്തിൽ താനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി പോലും തനിക്ക് അറിയില്ല എന്നുള്ള മൊഴിയാണ് പി.ടി. കുഞ്ഞുമുഹമ്മദ് പോലീസിന് നൽകിയിട്ടുള്ളത്. എല്ലാ മാസവും ഈ രണ്ടാം ശനിയാഴ്ച ഹാജരാകാനാണ് പി.ടി. കുഞ്ഞുമുഹമ്മദിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. നേരത്തെ ഈ ചലച്ചിത്ര പ്രവർത്തകയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു, രഹസ്യ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.